ഇന്നാരാണ് പുതിയ കഥ പറയണ്ടേ? അത് നമ്മള് സായിന. വേഗം തുടങ്ങിക്കോ, കേൾക്കാൻ ഞാൻ റെഡിയാ. ഞാൻ തന്നെ പറയണോ? സ്റ്റൈലാക്കല്ലേ, തുടങ്ങ്. അവൻ മെല്ലെ മെല്ലെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. പുറത്ത് ഒരാന, ഒരു വെളുത്ത ഒറ്റക്കൊമ്പുള്ള പിടിയാന. നിർത്തണ നിങ്ങളുടെ ആനയും ചേനയും കഥ പറയാൻ വേറെ പണിയൊന്നുമില്ലേ? ഒരു മുത്തശ്ശിയും കുട്ടികളും ചവിട്ടി കൂട്ടിങ്ങ. എടാ സുമേഷേ, എന്താ ഇത്? പുറത്തിറങ്ങി പോടാ. എടാ ടീച്ചറിയോ ഓടി. സുമേഷിന് വട്ടായേ, സുമേഷിന് വട്ടായേ. മിണ്ടാണ്ടിരിയടാ. ഷൈന പറഞ്ഞോ. സുമേഷ് ഇരിക്കി പറഞ്ഞാ മനസ്സിലാവില്ലെങ്കിൽ കാണിക്കിങ്ങേ. എടാ സുലൈമാനെ, ഇവൻ കാര്യായിട്ടാ. സുമേഷേ അഭിനയം കൊള്ളാം, കൊടുവേ. ടീച്ചറെ, ദൈവം വേലുണ്ടായി. ഇവിടെ വലിയ അടിയായിരുന്നു. എന്താ പറ്റിയത്? ലാസ്റ്റ് പീരീഡ് കഥ പറയാൻ ടീച്ചർ ഓരോരുത്തരെ ചുമതലപ്പെടുത്തിയതല്ലേ? ഓനെല്ലാം നശിപ്പിച്ച്. പോട്ടെ, നാളെ വരുമ്പോ ചോദിക്കാം. എന്നാലും ഓൻ അങ്ങനെയല്ലാലോ. ഇന്ന് എന്താ പറ്റിയേ? ആ ശരി, ബെല്ലടിച്ച് പോയിക്കോ. യൂണിഫോം ഇല്ലാത്തൊരു കുട്ടി ഈ ക്ലാസ്സിൽ കയറി വന്നോ? ഇല്ലല്ലോ. ഇതിലെ ഓടിപ്പോയോ? സത്യം പറയണം, സത്യമേ പറയാവൂ. ഇനി സുമേഷ് വല്ല പണിയും പറ്റിച്ചോ? ഏയ്, റോഡ് സൈഡല്ലേ, ഏതേം പ്രശ്നക്കാരോടി കയറിണ്ടാവും. ഞാനൊന്ന് പോയി നോക്കട്ടെ. അവിടെ ഈ വല്ല കുട്ടി പോലീസാണല്ലേ? സുമേഷ്, നീ എന്തിനാ ടോയ്ലറ്റിൽ പോയി വിളിച്ചേ? നിന്റെ യൂണിഫോം അവിടെ? ഓ വന്ന്. കഴുത്ത് ആ കല്ലുമേല് വീഴുന്നത് എന്തായാലും നന്നായി. ഇന്നലെ എനക്കെന്തായിരുന്നു? അത് ഞാനിന്ന് പോലീസിനെ കണ്ട് പേടിച്ചോടിയതാ. അപ്പൊ ഇന്നലെയോ? ഭ്രാന്ത്. ടീച്ചർ, എന്നെ ആരോ കൊല്ലാൻ വരുന്നു. ആര്? ഇവൻ അല്ലല്ല, അവൻ അല്ല, അവളാ. മോൻ പറ, എന്താ ഉണ്ടായേ? മക്കളൊന്ന് ഗ്രൗണ്ടിൽ പോയി കളിച്ചേ. സുമേഷ്, ഈ നാലെന്നല്ലേ വീണ? പറ, ഇന്നലെ നീ ജോസിനെ ആക്രമിച്ചെന്നോ പൊക്കിയെടുത്ത് എറിഞ്ഞൂന്നൊക്കെ കേട്ടല്ലോ. ടീച്ചർ, ടീച്ചറിന്റെ തല പരിക്കുന്നു. ഇത് എവിടുന്നാ? ഇന്ന് രാവിലെ ഇത് പെട്ടിക്കടയിൽ കൊടുക്ക.